ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുവാണല്ലോ അല്ലേ? ഞാനിന്നിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഉച്ചക്കലത്തേക്ക് ഉണ്ടാക്കുന്ന ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിൽ മീനും പച്ചക്കറിയും ഒന്നും ഇല്ലാതെ വരുന്ന അവസരത്തിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് തക്കാളി ചോറ്. അതുമാത്രമല്ല കേട്ടോ, വെജിറ്റേറിയനായിട്ടുള്ള ആളുകൾക്കും കൂടി കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ആഹാരമാണ്. ഇതിന് തക്കാളിച്ചോറ്, തക്കാളി സാദം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് തക്കാളി ചോറ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനായി 2 വലിയ തക്കാളി എടുത്ത് ഞാൻ വൃത്തിയാക്കി തൊലി കളഞ്ഞ് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിനായിട്ട് നല്ല പുളിയുള്ള നാടൻ തക്കാളിയാണ് ഞാൻ 2 എടുത്തിരിക്കുന്നത്. പിന്നീട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയാണ്. സവാളയും നല്ലതുപോലെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആവശ്യമായിട്ടുണ്ട്. അതും എടുത്ത് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലൊന്ന് ചതച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി ഒന്ന് മിക്സിയിൽ അടിച്ച് നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ്, വറമുളക് എന്നിവ ആവശ്യമാണ്. ഇനി നമുക്ക് തക്കാളിച്ചോറ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. ഈ തക്കാളിച്ചോറ് റെഡിയാക്കി എടുക്കാനായിട്ട് നമുക്ക് അധിക സമയമൊന്നും വേണ്ടി വരത്തില്ല. ഏകദേശം ഒരു അര-മുക്കാൽ മണിക്കൂറൊക്കെ വേണ്ടി വരുത്തതേ ഉള്ളൂ ഇതിന് കേട്ടോ. അങ്ങനെ നമ്മുടെ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കണം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഉഴുന്നുപരിപ്പ്, കടലപ്പരിപ്പ് ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ കടലപ്പരിപ്പെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഊരിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുള്ളി അതിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് വഴറ്റുമ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഞാൻ വഴറ്റി കൊടുക്കുന്നുണ്ട്. സവാളയുള്ളിയുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. ഇതിനകത്തേക്ക് നമ്മൾ മറ്റ് മസാലകളൊന്നും കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ലെവൽ തന്നെ അങ്ങ് മാറിപ്പോകും. അത് പിന്നെ ഒരു ബിരിയാണി സ്റ്റൈലിലേക്ക് അങ്ങ് മാറിപ്പോകത്തില്ലേ. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർക്കാം. കൂട്ടുകാരെ, ഇതിനകത്ത് ഞാൻ പച്ചമുളകും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നതായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ വീഡിയോ കട്ടായി പോയേക്കുവാണ് കേട്ടോ. അപ്പോൾ അത് അവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് വറ്റി വരട്ടെ. നമുക്ക് ഈ ചോറ് കഴിക്കാനായിട്ട് മറ്റ് കറികളുടെ ഒന്നും ആവശ്യം വരുന്നില്ല കേട്ടോ. ഒരു പപ്പടവും ഇച്ചിരി സലാഡും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കാവുന്നതാണ്. ആ ഗ്രേവിയൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്ക് നമുക്ക് സലാഡിനുള്ള സവാളയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി അതിനകത്തേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്തേക്ക് നല്ല കട്ട തൈരും ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കി മാറ്റി വെക്കാം. അപ്പോഴേക്ക് നേരത്തെ തന്നെ ഞാൻ ഇതിനകത്തേക്ക് വീണ്ടുന്ന ചോറെടുത്ത് നല്ലതുപോലെ തണുപ്പിക്കാനായി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ ചോറെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അത് ചേർത്ത് ഇളക്കാനുള്ള ഗ്രേവിയും എല്ലാം റെഡിയായി വന്നുകൊണ്ടേ ഇരിക്കുന്നു കണ്ടോ. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ വറ്റി വരുന്ന ഗ്രേവിയിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോറെടുത്ത് കുറച്ചായി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം.
ആ ചോറിനകത്തെല്ലാം ഗ്രേവി ഒന്ന് പിടിക്കത്തക്ക രീതിയിൽ നല്ലപോലെ ഇളക്കി ചേർത്ത് ആവശ്യത്തിന് ഉപ്പുമൊക്കെ ചേർത്ത് നോക്കി വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ചോറൊക്കെ റെഡിയായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കഴിക്കാനായിട്ട് നമുക്ക് സലാഡിൻ്റെ കൂടെ പപ്പടവും കൂടെ വേണ്ടേ. അപ്പോൾ കുറച്ച് പപ്പടവും കൂടെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പപ്പടം എല്ലാം വറുത്തെടുത്ത് ചോറും എല്ലാം റെഡിയായി. നമ്മൾ പാത്രത്തിലേക്കത് എല്ലാം മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നാരങ്ങ അച്ചാറും ഉണ്ട്. ഞാൻ നേരത്തെ അച്ചാറിട്ട് വെച്ചിരുന്ന മാമ്പഴത്തിൻ്റെ അച്ചാറും ഉണ്ട് കേട്ടോ. അതെല്ലാം പാത്രത്തിലേക്ക് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണം. പുതിയതായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്ത് കാണണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അടുത്ത ദിവസം ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.